ഇനി നോക്കൂ നിങ്ങൾ വുളുവിന്റെ മഹത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉഖബത്തു ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുബ്ലിഗു ഔ ഫയുസ്ബിഗുൽ വുദുഅ. നിങ്ങളിൽ ഒരാൾ വുദു എടുക്കുന്നു. എങ്ങനെ വുദു എടുക്കുന്നു? വുദു എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായി അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വെള്ളം എത്തിക്കേണ്ട ഇടത്തൊക്കെ എത്തിച്ച് യഥാർത്ഥ രൂപത്തിൽ ഒരാൾ വുദു എടുക്കുന്നു. ആ വുദു എടുത്ത് ശരീരമൊക്കെ നല്ല വൃത്തിയായി, ബാഹ്യമായ സംഗതികളൊക്കെ വൃത്തിയായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മ യഖൂൽ, പിന്നെ അവൻ പറയാണ്, അവന്റെ വിശ്വാസം അവൻ പ്രഖ്യാപിക്കുന്നു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു. വുദു എടുത്തു കഴിഞ്ഞു. സുന്ദരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ വുദു എടുത്തു കഴിഞ്ഞു. അതോടുകൂടി അവന്റെ ശരീരത്തിലുള്ള ഒക്കെ അവന്റെ ശരീരത്തിലുള്ള പാപങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി. ഇനി എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞതിന് ശേഷം, വുദു എടുത്തു കഴിഞ്ഞതിന് ശേഷം അവൻ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു എന്ന് അവൻ പറഞ്ഞാൽ, അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നഹ് അസ്സമാനിയ, അവന് സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറക്കപ്പെടുമെന്ന്. ആർക്ക്? വുദു എടുത്തവന്. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യദ്ഖുലു മിൻ അയ്യിഹാ ശാ, അതിലൂടെ ഏതിലൂടെ ഉദ്ദേശിക്കാവുന്നതാണ്. ഈ വുദു സഹോദരങ്ങളെ നമ്മൾ എന്ന് എടുക്കാറില്ല. നമ്മൾ ആരെങ്കിലും ഈ പ്രതിഫലത്തെ സംബന്ധിച്ച് ഇത്രമാത്രം വലിയ ഒരു സൗഭാഗ്യവാന്മാരാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടെ നമ്മൾ വുദു എടുത്താൽ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും ആ വുദുവിന്. അത് ഏത് സമയത്ത് നമസ്കാരത്തിനാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഈ ഒരു സംഭവം നമുക്ക് കിട്ടുമല്ലോ. ഒന്ന് ആലോചിച്ച് എത്രമാത്രം വലിയ വലിയ വളരെ വലിയ സൗഭാഗ്യം ഉള്ള ആൾക്കാരാണ് ആയിരിക്കും നമ്മൾ. ഈ ഒരു ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ എന്തൊരു സമാധാനമായിരിക്കും നമസ്കാരത്തിന്, എന്തൊരു സമാധാനമായിരിക്കും ഉദിർക്കാൻ പോകുമ്പോൾ തന്നെ ആവേശമായിരിക്കും സത്യവിശ്വാസിക്ക്. എന്റെ കണ്ണുകൊണ്ട് കണ്ട പാപങ്ങൾ, കൈകൊണ്ട് ചെയ്ത പാപങ്ങൾ, കാലുകൊണ്ട് ചെയ്ത പാപങ്ങൾ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹനീയമായ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് മാത്രമല്ല, ആ കവാടത്തിന്റെ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കുവാൻ ഒരു സൗഭാഗ്യം ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ചെയ്തത് എന്നുള്ള ഒരു സമാധാനം. അതുകൊണ്ട് അത് ആ രൂപത്തിൽ വുദു എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ വുദുവൊക്കെ നമുക്ക് പൊന്നാക്കാം. നമ്മളുടെ വുദു പൊന്നാകും, നമ്മുടെ നമസ്കാരം പൊന്നാകും. പിന്നെ നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ എന്തൊരു ആശ്വാസമായിരിക്കും, എന്തൊരു റാഹത്തായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കിടക്കാൻ നേരത്ത് വുദു എടുക്കാൻ പറഞ്ഞാൽ വുദുവൊക്കെ ഈ രൂപത്തിൽ എടുത്താൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും ആ ഒരു കടത്തിനൊക്കെ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, വുദു എപ്പോഴും കാത്തു സൂക്ഷിക്കുവാൻ, എപ്പോഴും നമ്മുടെ അടുത്ത് വുദു ഉണ്ടായിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വുദു എടുക്കുമ്പോൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ മഹത്തായ പ്രതിഫലങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിൽ കൊത്തി തറച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വുദു എടുക്കുക. നമ്മുടെ വുദുവിന് ടേസ്റ്റ് ഉണ്ടാവും, വുദുവിന് ആസ്വാദനം ഉണ്ടാവും, നമ്മുടെ നമസ്കാരത്തിന് ആസ്വാദനം ഉണ്ടാവും, നമ്മുടെ നമസ്കാരവും വുദുവും ഒക്കെ നമുക്ക് പൊന്നാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോട് കൂടെ, ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്ത് മാപ്പാക്കട്ടെ.